നമസ്കാരം. ലൈവ് അറ്റ് 6 സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. ദമ്പതികളെ ആന ചവിട്ടിക്കൊന്നതിൽ ആറളത്ത് പ്രതിഷേധ ജ്വാല. വനം മന്ത്രിക്ക് കരിങ്കൊടി. ജനരോഷമറിഞ്ഞ മറ്റ് നേതാക്കളും. വന്യജീവി ആക്രമണത്തിൽ ഇടപെട്ട മുഖ്യമന്ത്രി. വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം. അഴിയണ്ണാൻ PC ജോർജ് മതവിദ്വേഷ പരാമർശത്തിൽ റിമാൻഡിൽ. ജാമ്യാപേക്ഷ തള്ളി ഈരാറ്റുപേട്ട കോടതി. ആരോഗ്യ കാരണങ്ങളാൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇപ്പോൾ സമരം നടത്തുന്നത് ബേസിക്കലി ഒരു 1500-2000 വരുന്ന ആളുകളാണ്. ഇപ്പോൾ ഈ ലാസ്റ്റ് 7 ദിവസത്തെ ഒരു കണക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. 3,91,956 പേരുടെ എൻട്രി നടന്നിട്ടുണ്ട് ശൈലിയുടെ. ഈ എല്ലാവരും പണിമുടക്കിലാണെങ്കിൽ എങ്ങനെയാണ് ഈ എൻട്രി നടക്കുക? ആശാ വർക്കർമാരുടെ സമരത്തെ പരിഹസിച്ച് CITU. പിന്നിൽ അരാജക സംഘടനകളെന്ന് എളമരം കരീം. സമരങ്ങളുടെ അവകാശം CITUവിന് ആരും ചാർത്തി നൽകിയിട്ടില്ലെന്ന് സമരക്കാർ. ഈ ദേശാഭിമാനിയിലിങ്ങനെ കള്ളം എന്തിനാണ് എഴുതി വെക്കുന്നത് മനസ്സിലാവുന്നില്ല. കള്ളം മാത്രം എഴുതി വെച്ചിരിക്കുന്നത്. അതിനുവേണ്ടി എത്ര സമയം അദ്ദേഹം ചെലവഴിച്ചു എന്നുള്ളതാണ്. ആ സമയം ഈ ആശാ വർക്കർമാരുടെ ഇപ്പോഴത്തെ പ്രശ്നം പരിഹരിക്കാൻ അദ്ദേഹം ശ്രമിച്ചതിന് വളരെ നന്നായിരുന്നു. സമരത്തിന് ജനകീയ പിന്തുണയേറുന്നു. സിനിമാ മേഖലയിൽ എല്ലാം ഓക്കെയല്ല. നിർമ്മാതാക്കളുടെ സമരത്തിൽ താരസംഘടന പങ്കെടുക്കില്ല. പ്രതിഫലം കുറയ്ക്കുന്നതിൽ ചർച്ചയ്ക്ക് തയ്യാർ. ആന്റണി പെരുമ്പാവൂർ. പോസ്റ്റ് പിൻവലിക്കണമെന്ന് നിർമ്മാതാക്കൾ. ശശി തരൂരിന് പിന്നാലെ മുല്ലപ്പള്ളി രാമചന്ദ്രനും. സംസ്ഥാനത്ത് ഭരണ തുടർച്ചയ്ക്കുള്ള സാഹചര്യം. ഞാൻ പറഞ്ഞല്ലോ, ഭരണ തുടർച്ചയ്ക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് കേരളത്തിലുള്ളത്. കോൺഗ്രസുകാർ ഒറ്റക്കെട്ടായിട്ട് പോകണം, ഒറ്റക്കെട്ടായിട്ട് പോകുമെന്നാണ് എന്റെ ആത്മവിശ്വാസം. ഐക്യത്തോടുകൂടി തന്നെ കോൺഗ്രസ് പോകും. കോൺഗ്രസ് ഐക്യത്തോടെ മുന്നേറുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മുല്ലപ്പള്ളി. ശശി തരൂരിനോട് കരുതലോടെ പ്രതികരിച്ച നേതാക്കൾ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ ആശങ്കയേറുന്നു. വൃക്കകളുടെ പ്രവർത്തനം തകരാറിൽ. കൃത്രിമ ശ്വാസം നൽകുന്നത് തുടരുന്നു. മാർപ്പാപ്പയ്ക്കായി ലോകമെങ്ങും പ്രാർത്ഥന. ലൈവ് അറ്റ് 6 വിശദമായി. കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാനാക്രമണത്തിൽ ആദിവാസി ദമ്പതികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കി പ്രദേശവാസികൾ. സ്ഥലത്തെത്തിയ CPM നേതാവ് MV ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ നാട്ടുകാർ തടഞ്ഞു. പ്രതിഷേധത്തിൽ വനമന്ത്രി AK ശശീന്ദ്രൻ വിളിച്ച സർവകക്ഷി യോഗവും പരാജയപ്പെടുകയും ചെയ്തു. കാട്ടാന ആക്രമണത്തിൽ ദമ്പതികൾ കൊല്ലപ്പെട്ട ആറളത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ എത്തിച്ചപ്പോഴായിരുന്നു പ്രതിഷേധം. ആംബുലൻസും നാട്ടുകാർ തടഞ്ഞു. CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, KPCC പ്രസിഡന്റ് K സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ പ്രതിഷേധക്കാർ കടത്തിവിട്ടില്ല. പോലീസ് ബലം പ്രയോഗിച്ച് ആംബുലൻസ് കടത്തിവിടാനുള്ള നീക്കം നടത്തിയെങ്കിലും പ്രതിഷേധം ശക്തമായതോടെ പിൻവാങ്ങി. സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ വനമന്ത്രി AK ശശീന്ദ്രന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി വീശി. സർവകക്ഷി യോഗത്തിലും പ്രതിഷേധം ഉടലെടുത്തു. വനമന്ത്രി നേരിട്ടെത്തണമെന്ന ആവശ്യം യോഗത്തിൽ ഉയർന്നു. ഇനി ഉറപ്പ് വേണ്ടെന്നും ശാശ്വത പരിഹാരമാണ് വേണ്ടതെന്നും നാട്ടുകാർ നിലപാടെടുത്തു. ആനമതിൽ നിർമ്മാണം ഉൾപ്പെടെ പൂർത്തിയാക്കാത്തതിൽ യോഗത്തിൽ പ്രതിഷേധമുയർന്നു. കാട്ടാന ശല്യം ഒഴിവാക്കാൻ പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ന്യൂസ് 18 കണ്ണൂർ. KV ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൈജു, ഏറ്റവും ഒടുവിൽ നിലവിലത്തെ സാഹചര്യം വളരെ ചുരുക്കത്തിൽ.
എന്തോ ഈ വെള്ളയുടെയും അതുപോലെ തന്നെ ലീലയുടെയും വീടിന് 300 മീറ്റർ മാത്രം അകലെ ഇപ്പോൾ ആംബുലൻസ് തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. വലിയ പ്രതിഷേധമാണ് ഇപ്പോഴും ഉയരുന്നത്. അതായത് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ സ്ഥലത്തെത്തണമെന്നൊരു ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. നമുക്ക് ഇവിടെ എത്തി ഉറപ്പ് നൽകണമെന്ന് പറയുന്നു. എന്തായാലും സർവകക്ഷി യോഗത്തിൽ ഈ പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഡ്രോൺ ഉൾപ്പെടെയുള്ള നിരീക്ഷണം ഉണ്ടാവും. അതുപോലെ തന്നെ പ്രത്യേക സംഘത്തെ നിയോഗിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ കൊല്ലപ്പെട്ടവരുടെ മക്കൾക്ക് ജോലി നൽകുന്ന കാര്യം ആലോചിക്കുമെന്നും ഈ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വനം വകുപ്പ് മന്ത്രി ഈ സ്ഥലത്തെത്താതെ സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടത്താൻ മൃതദേഹം വിട്ടുകൊടുക്കില്ല എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. ഈ വീട്ടുകാർ ഈ മൃതദേഹം വിട്ടുതരണമെന്ന ഒരു ആവശ്യമായി മുന്നോട്ട് വന്നെങ്കിലും അത് ഒന്നും ഈ പ്രതിഷേധക്കാർ വകവെച്ചിട്ടില്ല. ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ KPCC പ്രസിഡന്റും അതുപോലെ തന്നെ MP ജയരാജൻ ഉൾപ്പെടെയുള്ളവരെ ഈ പ്രദേശത്ത് എത്തുന്നതിൽ തടഞ്ഞു. ഈ സമീപത്തായ ഒരു സ്ഥലത്ത് തീപിടുത്തം ഉണ്ടായിരുന്നു. അവിടത്തേക്ക് പോകാനുള്ള ഫയർഫോഴ്സ് വരെ കടത്തിവിട്ടില്ല. അത്രത്തോളം വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. എന്തായാലും ഇന്നലത്തെ പോലെ തന്നെ ഇന്നും ഈ ഒരു പ്രതിഷേധം രാത്രി വരെ നീളുമോ എന്നതാണ് ഇനി കാണേണ്ടത്. ഏതായാലും വനം വകുപ്പ് മന്ത്രി ഇവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും ഈ നിലവിലെ ഒരു സാഹചര്യത്തിൽ ഈ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ വനം വകുപ്പ് മന്ത്രി അവിടെ എങ്ങനെ എത്തുമെന്ന കാര്യത്തിലും ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. എൽദോ, ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. ആറളത്ത് KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്. മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഉന്നതതല യോഗം വിളിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ 27-ാം തീയതി വൈകിട്ട് 3:30 സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിലാണ് യോഗം. വനം വകുപ്പിന് പുറമെ ധനം, തദ്ദേശം, വൈദ്യുതി, റവന്യൂ, ആരോഗ്യം, ജലസേചനം തുടങ്ങിയ വകുപ്പുകളിലെ മന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും. ചീഫ് സെക്രട്ടറി, വിവിധ വകുപ്പ് സെക്രട്ടറിമാർ, വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ, സംസ്ഥാന പോലീസ് മേധാവി, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി എന്നിവരും യോഗത്തിനെത്തും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ ഇതുവരെ സ്വീകരിച്ച നടപടികൾ യോഗം അവലോകനം ചെയ്യും. മതവിദ്വേഷ പരാമർശത്തിൽ BJP നേതാവ് PC ജോർജ് ജയിലിലേക്ക്. ജാമ്യാപേക്ഷ തള്ളിയ കോടതി മാർച്ച് 10 വരെയാണ് PCയെ റിമാൻഡ് ചെയ്തത്. പാലാ ജനറൽ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ ECG വ്യതിയാനം കണ്ടെത്തിയതിനെ തുടർന്ന് PC ജോർജിനെ മെഡിക്കൽ കോളേജിലെ സെല്ലിലേക്ക് മാറ്റി. ശ്രീജിത്ത് വിവരങ്ങൾ വായിച്ചിരുന്നു. ശ്രീജിത്ത്, എന്താണ് വിവരങ്ങൾ? എൽദോ, ഇപ്പോൾ എന്തായാലും മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ അദ്ദേഹത്തിന് പരിശോധന നൽകും. പ്രത്യേകിച്ച് കാർഡിയോളജി വിഭാഗത്തിന്റെ പരിശോധന അനിവാര്യമാണ്. പെട്ടെന്ന് നൽകേണ്ട ജനറൽ ആശുപത്രിയിലെ വിഭാഗം പരിശോധന പ്രത്യേകിച്ച് രക്തമുള്ള മതവിദ്വേഷ പരാമർശത്തിൽ PC ജോർജിനെ റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ECGയിൽ വ്യതിയാനം കണ്ടെത്തിയതിനെ തുടർന്ന് PC ജോർജിനെ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അവിടെ കൂടുതൽ പരിശോധന നടത്തുമെന്ന് ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. ശ്രീജിത്തിൻ്റെ ശബ്ദത്തിൽ ചെറിയ പ്രശ്നങ്ങൾ. മറ്റ് റിപ്പോർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇതാദ്യമായിട്ടല്ല PC ജോർജ് വിദ്വേഷ പരാമർശം നടത്തുന്നതും നിയമ നടപടി നേരിടുന്നതും. 3 വർഷം മുമ്പ് തിരുവനന്തപുരത്ത് നടന്ന അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം മുതൽ ഏറ്റവും ഒടുവിൽ ചാനൽ ചർച്ച വരെ നീളുന്നു PC ജോർജിന്റെ വിദ്വേഷ പരാമർശങ്ങൾ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ PC ജോർജിന്റെ രാഷ്ട്രീയ ലൈൻ മാറിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോർജ് ദയനീയമായി തോൽക്കുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് തീവ്ര നിലപാടാണ് പലപ്പോഴും ജോർജ് സ്വീകരിച്ചത്. നിലവിൽ 6 കേസുകൾ, തിരുവനന്തപുരത്തും എറണാകുളത്തും കോട്ടയത്തും 2 കേസുകൾ വീതം. 2022 ഏപ്രിൽ 30 തിരുവനന്തപുരത്ത് നടന്ന അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിന്റെ പേരിലാണ് PC ജോർജ് ആദ്യമായി വിദ്വേഷ പരാമർശത്തിൽ അറസ്റ്റിലാകുന്നത്. മുസ്ലിങ്ങളുടെ ഹോട്ടലുകളിൽ വരുന്ന അന്യമതക്കാരോടുള്ള പെരുമാറ്റത്തെക്കുറിച്ചാണ് ജോർജ് അന്ന് പറഞ്ഞത്. ഇന്ത്യയെ എത്രയും പെട്ടെന്ന് ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റണമെന്നും പരാമർശം. അറസ്റ്റ് ചെയ്ത ഉടനെ ജാമ്യത്തിലിറങ്ങി. മേലാൽ ഇത്തരം കാര്യങ്ങൾ പറയരുത് എന്നടക്കമായിരുന്നു തിരുവനന്തപുരം CJM കോടതിയുടെ നിബന്ധന. പക്ഷേ 9-ാം നാൾ വീണ്ടും ജോർജ് ഇതേ കാര്യങ്ങൾ ആവർത്തിച്ചു. കൊച്ചി വെണ്ണലയിലായിരുന്നു വിദ്വേഷ പ്രസംഗം. വീണ്ടും കേസ്. പഴയ ജാമ്യം റദ്ദാക്കപ്പെട്ടു. PC ജോർജ് ഒരിക്കൽ കൂടി അറസ്റ്റിൽ. ഇത്തവണ ഹൈക്കോടതിയിൽ നിന്ന് 2 കേസുകളിലും ജാമ്യം. കർശന നിബന്ധനകൾ വെച്ച ഹൈക്കോടതി തിരുവനന്തപുരത്ത് ഒരു ഹോട്ടൽ ജീവനക്കാരനെ അസഭ്യം പറഞ്ഞ് കയ്യേറ്റം ചെയ്ത കേസും ചൂണ്ടിക്കാട്ടി. സംയമനം പാലിക്കാമെന്ന് ജോർജിന്റെ ഉറപ്പ്.
ഇതൊക്കെ കഴിഞ്ഞാണ് ജനം ടിവിയുടെ ചർച്ചയിൽ ജോർജ് പഴയ പരിപാടി ആവർത്തിച്ചത്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ മതവർഗീയവാദികളാണെന്നായിരുന്നു ചർച്ചയിലെ പരാമർശം. ഇത്തവണ പക്ഷേ ഹൈക്കോടതി ജോർജിന്റെ വാദങ്ങൾ അംഗീകരിച്ചില്ല. പ്രതിയുടെ ഇതുവരെയുള്ള ചെയ്തികൾ സർക്കാർ അക്കമിട്ട് നിരത്തിയത് അംഗീകരിച്ചാണ് മുൻകൂർ ജാമ്യം തള്ളിയത്. ന്യൂസ് ഡെസ്ക്, തിരുവനന്തപുരം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ 15 ദിവസമായി തുടരുന്ന സമരത്തെ തള്ളി CPM. ഏതാനും ആശാ വർക്കർമാരെ തെറ്റിദ്ധരിപ്പിച്ച് സമരം ആരംഭിച്ചതിനു പിന്നിൽ ചില അരാജക സംഘടനകൾ ആണെന്നാണ് CITU നേതാവും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ എളമരം കരീമിന്റെ ആരോപണം. പൊമ്പിളയൊരുമയിൽ നടത്തിയ സമരത്തിന്റെ തനിയാവർത്തനമാണെന്നും എളമരം വിമർശിച്ചു. അതേസമയം എളമരം കരീമിന്റെ ആരോപണത്തെ തള്ളി കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ രംഗത്തെത്തി. ടാറ്റ എസ്റ്റേറ്റിലെ ഒരു വിഭാഗം തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിച്ച് പൊമ്പിള ഒരുമ എന്ന പേരിൽ നടത്തിയ സമരത്തിന്റെ തനിയാവർത്തനമാണ് ആശാ വർക്കർമാരുടെ പേരിൽ സെക്രട്ടേറിയറ്റ് നടയിൽ നടക്കുന്നതെന്നാണ് ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ എളമരം കരീമിന്റെ വിമർശനം. ആർക്കു വേണ്ടിയാണ് ഈ സമരനാടകം എന്ന തലക്കെട്ടോടെയാണ് ലേഖനം. അതേസമയം ദേശാഭിമാനിയിലെ ലേഖനത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അവാസ്തവമായ കാര്യങ്ങളെന്നായിരുന്നു ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളുടെ പ്രതികരണം. ഈ ദേശാഭിമാനിയിൽ ഇങ്ങനെ കള്ളം എന്തിനാണ് എഴുതി വെക്കുന്നത് മനസ്സിലാവുന്നില്ല. കള്ളം മാത്രം എഴുതി വെച്ചിരിക്കുന്നത്. അതിനുവേണ്ടി എത്ര സമയം അദ്ദേഹം ചെലവഴിച്ചു എന്നുള്ളതാണ്. ആ സമയം ഈ ആശാ വർക്കർമാരുടെ ഇപ്പോഴത്തെ പ്രശ്നം പരിഹരിക്കാൻ അദ്ദേഹം ശ്രമിച്ചത് വളരെ നന്നായിരുന്നു. തൊഴിലാളി സമര മുന്നേറ്റങ്ങളുടെ അവകാശം CITUവിന് ആരും ചാർത്തി നൽകിയിട്ടില്ലെന്നും സമരസമിതി ആരോപിച്ചു. അതിനിടെ സെക്രട്ടേറിയറ്റിന് മുന്നിലേത് പരാജയപ്പെട്ട സമരം എന്ന വിമർശനവുമായി ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ രംഗത്തെത്തി. 26,000 ആശമാരിൽ സമരം ചെയ്യുന്നത് 1,500ഓളം പേർ മാത്രമെന്നായിരുന്നു ആക്ഷേപം. ഇപ്പോൾ CITUവിൽ 20,150 പേരാണ് അഫിലിയേറ്റഡ്, നമ്മുടെ കൂടെയുള്ള ആളുകളാണ്. ഇപ്പോൾ സമരം നടത്തുന്നത് ബേസിക്കലി 1,500, 2,000 വരുന്ന ആളുകളാണ്. ഇപ്പോൾ ഈ ലാസ്റ്റ് 7 ദിവസത്തെ ഒരു കണക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. 4 ലക്ഷം 3,91,956 പേരുടെ എൻട്രി നടന്നിട്ടുണ്ട് ശൈലിയുടെ. ഈ എല്ലാവരും പണിമുടക്കിലാണെങ്കിൽ എങ്ങനെയാണ് ഈ എൻട്രി നടക്കുക? ആശാ വർക്കർമാരുടെ സമരം ഒത്തുതീർക്കണമെന്ന് ഇടതുമുന്നണിയിൽ തന്നെ ആവശ്യം ശക്തമാകുമ്പോഴാണ് സമരത്തെ തള്ളിക്കൊണ്ടുള്ള എളമരം കരീമിന്റെ ലേഖനം ചർച്ചയായി മാറിയിരിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ആശാ വർക്കർമാരുടെ സമരത്തെ CPM തള്ളിപ്പറയുമ്പോൾ പിന്തുണ ആവർത്തിക്കുകയാണ് പ്രതിപക്ഷം. ആരോഗ്യമന്ത്രിയും ധനമന്ത്രിയും ആശാ വർക്കർമാരെ അപമാനിച്ചു എന്നും സർക്കാരിന്റെ മുൻഗണന എന്താണെന്ന് വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. സമരം അനാവശ്യം എന്ന് പറയേണ്ടത് എളമരം കരീമല്ലെന്നും സമരം പൊളിക്കാനുള്ള ശ്രമം ശക്തമാണെന്നുമായിരുന്നു K മുരളീധരന്റെ പ്രതികരണം. അല്ല, ഇതേ കാരണം പറഞ്ഞുകൊണ്ട് എളമരം കരീമിന്റെയൊക്കെ നേതൃത്വത്തിൽ CITക്കാർ സമരം ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഒരു അരാഷ്ട്രീയമല്ല, രാഷ്ട്രീയക്കാരായ ഞങ്ങൾ കൂടി പിന്തുണയ്ക്കുന്ന സമരമാണ്. അവിടെ വന്നിരിക്കുന്നവർ മുഴുവൻ ആശാ വർക്കർമാരാണ്. ഈ കഴിഞ്ഞ ദിവസം വന്നത് വലിയ ആൾക്കൂട്ടം ഉണ്ടായതും ആശാ വർക്കർമാരാണ്. കേരളത്തിൽ എവിടെ ചെന്നാലും ഏത് പരിപാടിക്ക് ചെന്നാലും ആശാ വർക്കർമാർ കൂട്ടം കൂടി നിന്ന് അവർ പരാതി പറയാണ്, ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കണമെന്ന് പറയാൻ. ശശി തരൂരിന് പിന്നാലെ കോൺഗ്രസിനെ വെട്ടിലാക്കി മുൻ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. സംസ്ഥാനത്ത് ഭരണ തുടർച്ചയ്ക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് മറികടന്ന് കോൺഗ്രസ് ഐക്യത്തോടെ മുന്നോട്ട് വരുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നായിരുന്നു മുല്ലപ്പള്ളിയുടെ പ്രതികരണം. കോഴിക്കോട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. ശശി തരൂരിനോട് മയപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം കേരളത്തിൽ നേതൃദാരിദ്ര്യം ഉണ്ടെന്നതടക്കമുള്ള പ്രസ്താവന നടത്തിയിട്ടും കടുത്ത പ്രതികരണത്തിന് KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ തയ്യാറായില്ല. അതേസമയം പ്രവർത്തക സമിതിയിൽ കേരളത്തിൽ നിന്നുള്ള 3 അംഗങ്ങളിൽ ഒരാളായിട്ടും പാർട്ടി കാര്യങ്ങളിൽ കൂടിയാലോചന ഇല്ലാത്തതാണ് തരൂരിന്റെ വിമർശനങ്ങൾക്ക് പിന്നിലെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള ശശി തരൂരിന്റെ ഇംഗ്ലീഷ് ദിനപത്രത്തിലെ അഭിമുഖത്തിന് വിമർശിക്കുന്നവരെ ഇല്ലാതാക്കുന്ന പാരമ്പര്യം കോൺഗ്രസിനില്ലെന്നായിരുന്നു AICC സംഘടനാകാരി ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രതികരണം. ചെറിയ പ്രശ്നങ്ങളാണ് വലുതായി ഉയർത്തിക്കാട്ടുന്നതെന്നും KC വേണുഗോപാൽ. പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി ഏത് ഭാഗത്തുനിന്ന് വിമർശനം കോൺഗ്രസിനകത്തുണ്ടായാലും അതിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്ന പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. ഒരാളെ സൈലന്റ് ചെയ്യാനോ ഒരാളെ ഒഴിവാക്കാനോ ഒരാളെ ഇല്ലാതാക്കാനോ ചെയ്യുന്ന അത് CPMന്റെ ശൈലിയാണ്, അത് ഞങ്ങളുടെ ശൈലിയല്ല. വിമർശനങ്ങളെ ഏത് രീതിയിലായാലും നന്മയുള്ള വിമർശനമാണ്. പാർട്ടിയുടെ മുന്നോട്ടുള്ള പോക്ക് ഞങ്ങളിപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഈ കേരളത്തിൽ നിൽക്കുന്നത്. കൊച്ചു അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ലാന്ന് വിചാരിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും. തരൂരുമായി ബന്ധപ്പെട്ട വിവാദത്തിന് താനില്ലെന്നും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം കോൺഗ്രസിലുണ്ടെന്നുമായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. പാർട്ടിയിൽ എല്ലാ നേതാക്കളും അനിവാര്യരാണ്.
എല്ലാവരും ഒരുമിച്ച് പോകുന്ന അന്തരീക്ഷമാണ് ഉണ്ടാകേണ്ടത്. ശശി തരൂരുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിനും ഞാനില്ല. ഇന്റർവ്യൂ നടത്തിയ ആളിനോട് ഞാൻ സംസാരിച്ചതാണ്. അവർ തന്നെ എന്നോട് പറഞ്ഞു, അവരെന്നോട് പറഞ്ഞത് അതിന് മുമ്പ് നടത്തിയ ഇന്റർവ്യൂ ആണ്. CPMന്റെ അജണ്ട എന്ന് പറയുന്നത് കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കേണ്ട സാഹചര്യമാണ്. പാർട്ടിക്കുള്ളിലെ നിലവിലെ വിവാദങ്ങൾ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റെന്നും ആഭ്യന്തര പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ പരിഹരിക്കണമെന്നുമായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രതികരണം. തനിക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെന്നും എന്നാൽ അത് പാർട്ടിക്കുള്ളിലെ പറയൂവെന്നും മുല്ലപ്പള്ളി വ്യക്തമാക്കി. ഇതൊക്കെ തന്നെ താൽക്കാലികമായിട്ടുള്ള ഒരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. എനിക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ പാർട്ടിക്കുള്ളിലാണ് ഞാൻ പറയാറ്. ഞാൻ പരസ്യമായിട്ട് പറയാറില്ല. എനിക്ക് പലരോടും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം. അതൊക്കെ തന്നെ സംഘടനാപരമായ കാര്യങ്ങളാണ്. പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യേണ്ട പാർട്ടിക്കുള്ളിൽ മാത്രമേ ഞാൻ ചർച്ച ചെയ്യാറുള്ളൂ. തരൂർ കോൺഗ്രസ് വിട്ടേക്കുമെന്ന അഭ്യൂഹങ്ങൾ ഒരു വശത്ത് ശക്തമായിരിക്കെ പ്രകോപനങ്ങൾക്ക് അവസരമുണ്ടാകാതിരിക്കാൻ വിവാദങ്ങളിൽ ജാഗ്രതയോടെയാണ് ഹൈക്കമാൻഡിന്റെ ഇടപെടൽ. ന്യൂസ് 18 തിരുവനന്തപുരം. നരേന്ദ്രമോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ അല്ലെന്ന CPM കരട് രേഖയിലെ പരാമർശത്തിൽ വിവാദം തുടരുകയാണ്. CPMന്റെ നിലപാടിനെതിരെ കോൺഗ്രസ് നേതാക്കൾ വിമർശനവുമായി രംഗത്തെത്തി. അതേസമയം രേഖയിലെ നിലപാടിൽ പുതുമയില്ലെന്നാണ് CPM കേന്ദ്രങ്ങളുടെ വിശദീകരണം. ഫാസിസവുമായി എല്ലാ കാലത്തും കേരളത്തിലെ CPM സന്ധി ചെയ്തിട്ടുണ്ട്. സംഘപരിവാരമായിട്ട് സന്ധി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് മോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ അല്ല എന്ന ഒരു പുതിയ ഒരു രേഖ അവതരിപ്പിച്ച് ഈ മോദി സർക്കാരുമായി കൈകോർക്കാനും സംഘപരിവാറുമായി സന്ധി ചെയ്യാനും അവർക്ക് കീഴടങ്ങാനുമുള്ള CPM തീരുമാനത്തിന്റെ ഭാഗമാണ്. നരേന്ദ്രമോദിയുമായി കൂട്ടുകെട്ടുണ്ടാക്കാനാണ് CPM ശ്രമിക്കുന്നത്. BJPയും RSSും ഫാസിസ്റ്റ് അല്ല, ഇനി നാളെ അവർ പുരോഗമന ശക്തികളാണെന്ന് എപ്പോഴാണ് ഇനിയും CPM പറയുന്നത് നമ്മൾ നോക്കിയാൽ മതി. എന്തൊരു വ്യതിയാനമാണ്. അപ്പം എന്താണ് BJPയെ CPM വിലയിരുത്തുന്നത്? അത് വ്യക്തമായിട്ട് പറയണം. ഈ നയ വ്യതിയാനത്തെക്കുറിച്ച് അവർ കൃത്യമായിട്ടും ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഞങ്ങൾ ഒരിക്കലും BJP ഗവൺമെന്റ് ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റാണ് എന്ന് വിലയിരുത്തിയിട്ടേയില്ല. വളർന്നു വരുന്ന ഫാസിസ്റ്റ് സ്വഭാവമുള്ള പ്രവണതകൾ, ഇതാണ് ഞങ്ങളുടെ 22ാം പാർട്ടി കോൺഗ്രസിൽ പറഞ്ഞത്. വളർന്നു വരുന്ന ഫാസിസ്റ്റ് സ്വഭാവമുള്ള പ്രവണതകൾ. ബോഡി ബിൽഡിംഗ് താരത്തെ പോലീസ് ഇൻസ്പെക്ടറാക്കാനുള്ള മന്ത്രിസഭാ നീക്കത്തിന് തിരിച്ചടി. മന്ത്രിസഭ നിയമന ശുപാർശ നൽകിയ കണ്ണൂർ സ്വദേശി ഷിനു ചൊവ്വ കായികക്ഷമതാ പരീക്ഷയിൽ പരാജയപ്പെട്ടു. എറണാകുളം സ്വദേശിയായ മറ്റൊരാൾ പരീക്ഷയിൽ പങ്കെടുക്കാൻ എത്തിയതുമില്ല. ആഭ്യന്തര വകുപ്പിന്റെ വിവാദ നീക്കത്തിലാണ് പുതിയ സംഭവ വികാസങ്ങൾ. സെൻട്രൽ സ്പോർട്സ് ഓഫീസറാണ് സ്പോർട്സ് കോട്ടയിലെ നിയമനങ്ങൾ നടത്തേണ്ടത്. MR അജിത് കുമാറിനായിരുന്നു ഇതിന്റെ ചുമതല. എന്നാൽ ആഭ്യന്തര വകുപ്പിൽ നിന്ന് നേരിട്ട് 2 പേരുടെ നിയമനവുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടായി. ഇതേ തുടർന്ന് തന്നെ തൽസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ അജിത് കുമാർ കത്ത് നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് ഉത്തരവിറങ്ങുകയും ചെയ്തു. S ശ്രീജിത്തിനാണ് പകരം ചുമതല നൽകിയത്. 2 കായിക താരങ്ങളെ ഇൻസ്പെക്ടർ തസ്തികയിൽ നിയമിക്കാനായിരുന്നു നീക്കം. മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തണമെന്ന് ആഭ്യന്തര വകുപ്പിൽ നിന്ന് DGPക്ക് കത്ത് ലഭിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന പരീക്ഷയിൽ 100 മീറ്റർ ഓട്ടം, ലോങ് ജമ്പ്, ഹൈ ജമ്പ്, 1500 മീറ്റർ ഓട്ടം എന്നിവയിൽ കായിക താരങ്ങളിൽ ഒരാൾ പരാജയപ്പെട്ടു. ഈ കായിക താരത്തെ ആംഡ് പോലീസ് ഇൻസ്പെക്ടറാക്കാനായിരുന്നു തീരുമാനം. മറ്റൊരു കായിക താരം മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയതുമില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. നിർമ്മാതാവ് G സുരേഷ് കുമാറിനെതിരായ പരാമർശത്തിൽ ആന്റണി പെരുമ്പാവൂരിനെതിരെ ഫിലിം ചേംബർ. ഒരാഴ്ചയ്ക്കകം പോസ്റ്റ് പിൻവലിച്ച് മറുപടി നൽകണമെന്നാണ് ആവശ്യം. താരങ്ങൾ സിനിമയ്ക്ക് അവിഭാജ്യ ഘടകമല്ലെന്നും ഫിലിം ചേംബർ വ്യക്തമാക്കുന്നു. ആന്റണി പെരുമ്പാവൂരുമായി സമവായത്തിനില്ലെന്ന് നിർമ്മാതാവ് സുരേഷ് കുമാറും പ്രതികരിച്ചു. അതേസമയം സിനിമാ സമരത്തെ പിന്തുണയ്ക്കേണ്ട എന്നാണ് താരസംഘടനയായ അമ്മയുടെ നിലപാട്. ഒടുവിൽ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിനെ ഫിലിം ചേംബറും കൈവിട്ടു. G സുരേഷ് കുമാർ സംസാരിച്ചത് സിനിമയ്ക്ക് വേണ്ടിയാണെന്നും ആന്റണി പെരുമ്പാവൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ശരിയായ നടപടിയായി കാണുന്നില്ലെന്നും ഫിലിം ചേംബർ വിലയിരുത്തി. വിയോജിപ്പുകൾ സംഘടനയോടാണ് പറയേണ്ടത്. ഒരാഴ്ചയ്ക്കകം പോസ്റ്റ് പിൻവലിച്ച വിശദീകരണം നൽകാൻ ആന്റണി പെരുമ്പാവൂരിനോട് ആവശ്യപ്പെട്ടെന്ന് ഫിലിം ചേംബർ പ്രസിഡന്റ് BR ജേക്കബ് പറഞ്ഞു. സർക്കാർ വിനോദ നികുതി ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് നിർമ്മാതാക്കൾ പ്രഖ്യാപിച്ച സമരത്തോട് ഫിലിം ചേംബറിന്റെ പൂർണ്ണ പിന്തുണ. സിനിമയിൽ ഒരു താരവും അവിഭാജ്യ ഘടകമല്ല. അതിനാൽ പ്രതിഫലം കുറയ്ക്കുന്ന കാര്യത്തിൽ അവർക്ക് തീരുമാനമെടുക്കാം. OTTക്കും സാറ്റലൈറ്റിനും മൂല്യം കുറഞ്ഞതുകൊണ്ട് താരങ്ങളുടെ പുറകെ പോകേണ്ട ആവശ്യമില്ലെന്നും ഫിലിം ചേംബർ ഇന്ന് ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു.
ആന്റണി പെരുമ്പാവൂരിന്റെ പോസ്റ്റ് തെറ്റാണെന്നും സമവായത്തിനുള്ള സാധ്യതയില്ലെന്നും നിർമ്മാതാവ് സുരേഷ് കുമാർ. സിനിമാ സമരത്തെ പിന്തുണയ്ക്കേണ്ട ആവശ്യമില്ലെന്ന് താരസംഘടനയായ അമ്മ തീരുമാനിച്ചു. അഭിനേതാക്കളുടെ പ്രതിഫലം കുറയ്ക്കുന്ന കാര്യത്തിൽ തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണ്. നിർമ്മാതാക്കളുടെ സംഘടന വക്കീൽ നോട്ടീസ് അയച്ച സംഭവത്തിൽ അഡ്ഹോക് കമ്മിറ്റി അംഗം ജയൻ ചേർത്തലയ്ക്ക് നിയമസഹായം നൽകുവാനും സംഘടന തീരുമാനിച്ചു. ന്യൂസ് 18 കൊച്ചി. തിരികെ എത്താൻ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. രോഗം വൃക്കകളുടെ പ്രവർത്തനത്തെയും ബാധിച്ചു. കൃത്രിമ ശ്വാസം കൊടുക്കൽ തുടരുകയാണെന്നും വത്തിക്കാൻ അറിയിച്ചു. ന്യൂമോണിയ ഗുരുതരമായ ശേഷം സംഭവിക്കാവുന്ന സെപ്സിസിന്റെ തുടക്കമായതിനാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും ആരോഗ്യനിലയിൽ പുരോഗതിയില്ല. വിളർച്ച സ്ഥിരീകരിച്ചതോടെ രക്തം കയറ്റി. ശ്വാസകോശ അണുബാധയുള്ളതിനാലും രക്തം നൽകിയതിനാലും ഉയർന്ന അളവിലാണ് ഓക്സിജൻ നൽകുന്നത്. കഴിഞ്ഞ ദിവസം നില അല്പം മെച്ചപ്പെട്ടിരുന്നെങ്കിലും ഇന്നലെ രാവിലെയോടെ സ്ഥിതി പെട്ടെന്ന് മോശമായി. പിന്നാലെ രക്തപരിശോധനയിൽ വൃക്ക തകരാറും കണ്ടെത്തി. പാപ്പയ്ക്ക് വേണ്ടി ലോകത്തുടനീളം പ്രത്യേക കുർബാനകളും പ്രാർത്ഥനകളും നടക്കുന്നുണ്ട്. ഞായറാഴ്ച ആശുപത്രിയിൽ മുറിയിലിരുന്ന് മാർപ്പാപ്പ പ്രാർത്ഥനയിൽ പങ്കെടുത്തതായും തനിക്കായി പ്രാർത്ഥിക്കുന്നവരോട് നന്ദി പറഞ്ഞതായും വത്തിക്കാൻ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. തെലങ്കാനയിലെ നാഗർ കുർണൂലിൽ ടണൽ ഇടിഞ്ഞുണ്ടായ അപകടത്തിൽ കുടുങ്ങിയ 8 പേർക്കായുള്ള ദൗത്യം 3-ാം ദിവസത്തിലാണ്. രക്ഷാപ്രവർത്തകർ അപകടം നടന്ന പ്രദേശത്തിന്റെ 150 മീറ്റർ അടുത്തെത്തിയെങ്കിലും മണ്ണും ചെളിയും അടിഞ്ഞുകൂടിയത് വെല്ലുവിളിയെ തുടരുകയാണ്. കുടുങ്ങിക്കിടക്കുന്നവരുടെ പേര് ലൗഡ് സ്പീക്കർ ഉപയോഗിച്ച് ദൗത്യസംഘം വിളിക്കുന്നുണ്ടെങ്കിലും പ്രതികരണമൊന്നും ലഭിച്ചിട്ടില്ല. കരസേനയ്ക്കും NDRFനും SDRFനും പുറമെ നാവികസേനയും രക്ഷാദൗത്യത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ശനിയാഴ്ച രാവിലെയാണ് ടണൽ ഇടിഞ്ഞ് 8 പേർ കുടുങ്ങിയത്. പ്രധാനമന്ത്രിയുടെ പൊതുജന ആരോഗ്യ സംരക്ഷണ ക്യാമ്പയിൻ പദ്ധതിയുടെ പ്രചാരകരുടെ പട്ടികയിൽ നടൻ മോഹൻലാലും ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അടക്കം 10 പേരുടെ പട്ടികയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അമിതവണ്ണം നിയന്ത്രിക്കാൻ ഭക്ഷണത്തിൽ എണ്ണ ഉപഭോഗം കുറയ്ക്കാൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. പാചക എണ്ണയുടെ അമിത ഉപയോഗം പൊണ്ണത്തടിക്ക് കാരണമാകുന്ന പ്രധാന ഘടകമാണെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ ഗെയിംസ് ഉദ്ഘാടന വേളയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. തമിഴ്നാട്ടിൽ ഹിന്ദി വിരുദ്ധ സമരം പടരുകയാണ്. DMKയുടെ നേതൃത്വത്തിൽ പ്രതിഷേധക്കാർ റെയിൽവേ സ്റ്റേഷനുകളിലെ ഹിന്ദി ബോർഡുകൾ മായ്ക്കുകയാണ്. സ്കൂളുകളിൽ 3 ഭാഷകൾ പഠിപ്പിക്കണമെന്ന് കേന്ദ്ര നിർദ്ദേശമാണ് ഈ പ്രകോപനത്തിന് കാരണം. ഇന്നലെ പൊള്ളാച്ചി, ഇന്ന് തിരുനെൽവേലി. പ്രതിഷേധക്കാർ തമിഴ്നാട്ടിൽ റെയിൽവേ സ്റ്റേഷനുകളിലെ ഹിന്ദി ബോർഡുകൾ മായ്ക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഫണ്ടുകൾ തടഞ്ഞുവെക്കുന്നെന്ന് ആരോപിച്ച് തുടങ്ങിയ സമരമാണ് ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭമായി മാറുന്നത്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഇന്ത്യ സഖ്യം തമിഴ്നാട്ടിൽ കഴിഞ്ഞയാഴ്ച വലിയ പ്രതിഷേധ സമരം നടത്തിയിരുന്നു. ഉത്തരേന്ത്യയിലെ മറ്റു ഭാഷകളെ ഹിന്ദി ഇല്ലാതാക്കിയതുപോലെ ദക്ഷിണേന്ത്യൻ ഭാഷകളെയും ഇല്ലാതാക്കാൻ BJP സർക്കാർ ഹിന്ദിയിലൂടെ ശ്രമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി സ്റ്റാലിൻ ആ യോഗത്തിൽ കുറ്റപ്പെടുത്തിയിരുന്നു. തമിഴിനും ഇംഗ്ലീഷിനുമൊപ്പം ഒരു ഭാഷ കൂടി പഠിപ്പിക്കണമെന്ന് കേന്ദ്രം നിർദ്ദേശിച്ചതിനെ ചൂണ്ടിക്കാട്ടിയായിരുന്നു സ്റ്റാലിന്റെ വിമർശനം. ഇതടക്കമുള്ള കേന്ദ്ര സർക്കാരിന്റെ പുതിയ വിദ്യാഭ്യാസ പദ്ധതിക്ക് വഴങ്ങാത്തതുകൊണ്ട് തമിഴ്നാട്ടിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കിട്ടേണ്ട 2152 കോടി തടഞ്ഞിരിക്കുകയാണ്. 1 രൂപ പോലും കേന്ദ്രം തന്നില്ലെങ്കിലും 3 ഭാഷാ പദ്ധതി സ്കൂളുകളിൽ നടപ്പിലാക്കാൻ പറ്റില്ലെന്ന നിലപാടിലാണ് DMK സർക്കാർ. അടുത്ത വർഷം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന തമിഴ്നാട്ടിൽ ഹിന്ദി വിരുദ്ധ വികാരം ഉണർത്താനുള്ള ശ്രമം. മുൻപ് പലതവണ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം നടന്നിട്ടുള്ള തമിഴ്നാട്ടിൽ ഒരു തവണ കൂടി ഇപ്പോൾ അതിനുള്ള കളമൊരുങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ പരാതിക്കാർക്ക് പണം തിരിച്ചു നൽകാൻ ED നടപടി തുടങ്ങി. കാരക്കോണം മെഡിക്കൽ കോഴ കേസിൽ പ്രതികളിൽ നിന്നും കണ്ടുകെട്ടിയ തുക പണം നഷ്ടപ്പെട്ടവർക്ക് തിരികെ നൽകി. മറ്റു കേസുകളിൽ പണം തിരികെ നൽകാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. കാരക്കോണം മെഡിക്കൽ കോഴ കേസിൽ 8 പരാതിക്കാരിൽ 6 പേർക്കായി 89.75 ലക്ഷം രൂപയുടെ ചെക്ക് EDയുടെ കൊച്ചി സോണൽ ഓഫീസിൽ വെച്ച് നേരിട്ട് കൈമാറി. 6 പ്രതികളെ ഉൾപ്പെടുത്തിയുള്ള കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ് EDയുടെ നടപടി. കേസിൽ 95 ലക്ഷമാണ്
അന്വേഷണ സംഘം കണ്ടുകെട്ടിയിട്ടുള്ളത്. വിചാരണ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഉപാധികൾ മുഖേനയാണ് തുക നൽകിയത്. പരാതിക്കാരായ ബാക്കി 2 പേർക്ക് തുക വൈകാതെ കൈമാറും. 7 കോടിയിൽ അവര് ഇൻവെസ്റ്റിഗേഷന്റെ സമയത്ത് തന്നെ കുറച്ച് കാശ് അവർക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 6 കംപ്ലൈന്റ്സ് ആണ് അവര് നമുക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള. ഇനിയും 2 പേര് അപ്ലൈ ചെയ്യാനുണ്ട്. അപ്പൊ അവർ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് നിയമ നടപടികൾ പൂർത്തിയാക്കി നമ്മൾ അവർക്ക് കൊടുക്കുക. 80 ലക്ഷമാണ് അവർക്ക് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത്. 6 പേരുടെ 80 ലക്ഷത്തിലധികം രൂപയാണ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത്. കരുവന്നൂർ, കണ്ടല അടക്കം സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത മറ്റ് 8 കേസുകളിൽ കൂടി സമാന നടപടി തുടങ്ങിയിട്ടുണ്ട്. അതിന് ഞങ്ങൾ നോ ഒബ്ജക്ഷൻ ഓൾറെഡി ഫയൽ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഞങ്ങൾ കരുവന്നൂർ കോപ്പറേറ്റീവ് ബാങ്കിനെ ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. കോപ്പറേറ്റീവ് ബാങ്കിന് നേരിട്ട് കൊടുക്കാനാണ് ഈ മുഴുവൻ അറ്റാച്ച് ചെയ്ത എമൗണ്ടും 128 കോടിയോളം രൂപ ഉള്ള സ്വത്തുക്കൾ ഞങ്ങൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് കരുവന്നൂർ ബാങ്കിലേക്ക് നേരിട്ട് കൊടുക്കാനാണ്. കാരണം ബാങ്കിലാണ് മുഴുവൻ ഡാറ്റയുള്ളത്. കരുവന്നൂരിൽ പണം ബാങ്ക് അധികൃതർക്കാണ് കൈമാറുക. ബാങ്കാണ് പണം നഷ്ടമായവർക്ക് തിരികെ നൽകുക. എന്നാൽ നടപടികൾ പൂർത്തിയാക്കാൻ ബാങ്കിൽ നിന്ന് അനുഭാവപൂർണമായ പ്രതികരണം ഇല്ലെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നു. മാസപ്പടി, പാതിവില തട്ടിപ്പ്, കൊടകര അടക്കമുള്ള കേസുകളിൽ അന്വേഷണം നടക്കുന്നുവെന്നതിനപ്പുറം കൂടുതൽ പ്രതികരണത്തിനും ED തയ്യാറായില്ല. ന്യൂസ് 18 കൊച്ചി. പെരുമ്പാവൂരിലെ ഹോട്ടൽ ആക്രമണ കേസിൽ പൾസർ സുനി കസ്റ്റഡിയിൽ. എറണാകുളം രായമംഗലത്ത് ഹോട്ടലിൽ അതിക്രമം നടത്തിയെന്ന കേസിലാണ് കുറുപ്പംപടി പോലീസ് സുനിയെ വീണ്ടും കസ്റ്റഡിയിലെടുത്തത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രതിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കും. ജീവനക്കാരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ പൾസർ സുനി തെറി വിളിക്കുകയും ഭക്ഷണം വൈകിയതിന് ഹോട്ടലിലെ ഗ്ലാസുകൾ തകർക്കുകയും ചെയ്തുവെന്ന് FIR-ലുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ ഇന്നാണ് സുനി വിചാരണ കോടതിയിൽ ഹാജരാകേണ്ടിയിരുന്നത്. കോഴിക്കോട് വടകരയിൽ ആശുപത്രിയിലെ സ്റ്റീൽ റീലിനുള്ളിൽ കുടുങ്ങിയ കുട്ടിയെ ഫയർഫോഴ്സ് രക്ഷിച്ചു. വടകര ജില്ലാ ആശുപത്രിയിലെ പുതിയ കെട്ടിടത്തിലെ റീലിനുള്ളിലാണ് 6 വയസ്സുകാരി കുടുങ്ങിയത്. സ്റ്റീൽ കമ്പി വെട്ടിമാറ്റിയാണ് കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. അരമണിക്കൂറിലേറെ കുട്ടി കുടുങ്ങിക്കിടന്നുവെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല. നോക്കാം സ്വർണ്ണ വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 840, പവന് 64,320. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 6,625, പവന് 53,000. വെള്ളി ഗ്രാമിന് 107 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ഇനി സകലമാന കേരളത്തിൽ ഹരികൃഷ്ണൻ ചേരും.